ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ വള നല്ല ഇങ്ങനെ ഫുഡ് കളർ പോലെ കുറേ കളറുണ്ട്. ഇതില് ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പൊ അച്ഛൻ വന്നു. അപ്പോൾ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ അവിടെ ബ്രൈഡും ഗ്രൂമും വരണ നേരത്ത് നമ്മളിങ്ങനെ കമ്പിത്തിരി വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് നിൽക്കണം. അത് ഫോട്ടോ ഒക്കെ എടുക്കാനാണ്. അപ്പോൾ ഞാൻ കത്തിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചി കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ അത് കത്തിച്ച് തുടങ്ങി. ഒരു ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കത്തിച്ച് തരാമായിരുന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ അവരിങ്ങനെ വരാമായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. എന്നോട് ഞാനത് കത്തിച്ചു. എന്നിട്ട് ഇത് പൊക്കി പിടിക്കുമ്പോൾ എൻ്റെ മേത്തിക്ക് വരികയാണ്. എൻ്റെ ഇത് മാത്രം കണ്ടോ അങ്ങനെ നിൽക്കണ്. ഞാൻ അത് പൊക്കി പിടിക്കുമ്പോൾ എൻ്റെ മേത്തിക്ക് വരണോണ്ടാണ് ഞാൻ അങ്ങനെ നിന്നേ. എനിക്ക് മേത്ത് കൊള്ളുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവിടെ വന്ന് ഇങ്ങനെ കറക്കി ഫോട്ടോ എടുക്കാമായിരുന്നു കേട്ടോ. കുറേ നേരം ഫോട്ടോ എടുത്തു അവിടെ നിന്നിട്ട്. അത് കത്തി തീരണ വരെ അവർ ഫോട്ടോ എടുക്കാമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ആ സാധനം പൊക്കി പിടിക്കുമ്പോൾ എൻ്റെ മേത്തിക്ക് വരല്ലേ, അപ്പുറത്ത് നിന്നാൽ മതിയായിരുന്നു എന്ന് ഇപ്പോഴാണ് ചിന്തിച്ചേ. ഈ സൈഡിൽ നിൽക്കുമ്പോൾ ബാക്കിലേക്ക് ഇറങ്ങാനും പറ്റില്ല. അവിടെ ഇങ്ങനെ ചെടിച്ചട്ടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായി. ഞാനവിടെ നിൽക്കുമ്പോൾ കണ്ടോ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഡാൻസ് കളിക്കായിരുന്നു. ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ അവർ കേക്ക് കട്ട് ചെയ്യണതിന് മുന്നേ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവരുടെ പേര് പോലും എനിക്കറിയില്ല. ചേട്ടൻ്റെ പേര് അശ്വിൻ എന്നാണെന്ന് അറിയാം. ചേച്ചിയുടെ പേര് ഫ്ലോസിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അറിയാം. അതറിയാം. പിന്നെ ആരുടെ കല്യാണം എന്നൊന്നും അറിയില്ലായിരുന്നു ഗൈസ്. ഞാൻ വെറുതെ ചടിക്കറി പോയതാണ്. പിന്നെ അവർ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഇത് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് അവിടെ കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. ഇപ്പം തന്നെ ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമായിപ്പോൾ. കേക്കൊക്കെ അവർ ഷെയർ ചെയ്തു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പോയിട്ടോ. പിന്നെ ഇത് സ്നേഹൽ പാപ്പൻ്റെ ഉണ്ണിയാട്ടോ ഗൈസ്. ഇതവിടെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു. ഇവിടെ ഇത്ര ഫുഡ്, അതിൻ്റെ അപ്പുറത്ത് ഫ്രൈഡ് റൈസും ചിക്കൻ 65ഉം ചില്ലി പോർക്കും അങ്ങനത്തെ കുറേ ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ അവർ ഡാൻസ് കളിക്കായിരുന്നു. ഓരോ ഡയലോഗ്സ് വരുമ്പോൾ ആ ഡയലോഗ്സ് പറഞ്ഞിട്ട് പിന്നെ ഡാൻസ് കളിക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമായിരുന്നു. അവിടെ ഇങ്ങനെ പൂച്ചകളും പട്ടികളും അവർ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്ന് ഒരു കല്യാണം ഉണ്ട് അവിടെ ഗൈസ്. അവിടുത്തെ സൗണ്ടൊന്നും നോക്കണ്ട, അവിടെ ന്യൂസ് വെച്ചേക്കാണ്. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട്. പിന്നെ ഇന്ന് ഒരു കല്യാണം ഉണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. ഇന്നും ഈ സ്ഥലത്ത് തന്നെയാണ് കല്യാണം. ഇവരുടെ അല്ലാന്നുള്ളൂ. ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ കല്യാണം മറ്റേ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുടെയാണ്. അപ്പോൾ അങ്ങോട്ട് ഇന്ന് പോകുന്നുണ്ട്. ഓക്കെ ഗായ്സ്. പിന്നെ ഞാൻ അറിയണ പാട്ടിനൊക്കെ ഞാനും കിടന്ന് തുള്ളുണ്ടായിരുന്നു, പിന്നെ പറയുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഡാൻസ് ആയിരുന്നു. കുറേ നേരം അവർ ഡാൻസ് കളിച്ചു. ഞാൻ നോക്കുമ്പോൾ പുകയൊക്കെ വരുന്നുണ്ട്. ഞാൻ വെച്ചാൽ എവിടെ നിന്നാണ് പുക? ഞാൻ കുറേ നേരം പുകയിലായിരുന്നു ഇട്ടിരുന്നത്. മറ്റേ ആകാശഗംഗയിൽ പ്രേതമൊക്കെ വരുമ്പോൾ ഇങ്ങനെ പുകയില്ലേ, അതേപോലത്തെ പുകയായിരുന്നു രാത്രി. അപ്പോൾ അവർ കുറേ നേരം ഡാൻസ് കളിച്ചു. ഇതായിരുന്നു ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പുകയിൽ കുറേ നേരം ഇരുന്നു എന്ന്. ഇതേപോലെ നിറച്ച് പുകയായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു, എൻ്റെ തന്നെ വീഡിയോ. പിന്നെ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട്
ഡാൻസ് കളിക്കായിരുന്നു. പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ ഹിന്ദി പാട്ടും കുറേ തമിഴ് പാട്ട്, മലയാളം പാട്ട് ആകെ കൂടി ഉണ്ടായിരുന്നത് ഇല്ലുമിനാറ്റിയാണ്. പിന്നെ കോഞ്ചി മാഞ്ചി മമ്മിമ്പൂ അത് മലയാളം അല്ലെങ്കിലും അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പാട്ടൊക്കെ എനിക്കറിയാം. സക്കത്തക്കവൾ അതൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അറിയണ പാട്ടും കൂടിയും ആയിരുന്നു അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ നേരം ഇവർ ഡാൻസ് കളിച്ചു കേട്ടോ. 1 മണിക്കൂറോളം ഇവർ ഡാൻസ് കളിച്ചു. ഇത് നൈറ്റിലത്തെ ഫങ്ഷനാണ്. ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ ഫങ്ഷൻ എനിക്ക് പോകാൻ പറ്റില്ല. കാര്യം സ്കൂളുണ്ടായിരുന്നു. അതായിരുന്നു മെയിൻ കാരണം. സ്കൂളുണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ എന്തായാലും പോകണം. ഡാൻസ് പ്രാക്ടീസൊക്കെയാണ് ആനുവൽ ഡേയുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ നേരം ഏതൊക്കെയോ സ്റ്റെപ്പൊക്കെ ഇട്ട് കുറേ നേരം ഇവർ ഡാൻസ് കളിച്ചു. ഇത് കോഞ്ചി മാഞ്ചി മമ്മിമ്പൂ ആയിരുന്നു കേട്ടോ പാട്ട്. അതിന് എങ്ങനെയൊക്കെയോ ഡാൻസൊക്കെ കളിക്കണ്ടായിരുന്നു. രാവിലത്തെ ഫങ്ഷനൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം കളിച്ചു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി അമ്മ വിളിച്ചപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ഒരു 6 മിനിറ്റൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ആ കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് വരായിരുന്നു. അപ്പോൾ ഞാൻ കൺക്ലൂഷൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയാണ് ഞാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.